നമസ്കാരം, ടെസ്ല ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സാധാരണ ചെളിയൊക്കെ വറ്റിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കട്ടർ പമ്പാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന് വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂറ്റി ഒക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ മോട്ടർ ഇങ്ങനെ മൂളി നിൽക്കുക. അങ്ങനെ മൂളി നിൽക്കാനായിട്ട് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഈ മോട്ടറിന്. കാരണം ഈ കിണറൊക്കെ പറ്റിക്കാനും കുളമൊക്കെ പറ്റിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ കട്ടർ പമ്പ് എന്നൊക്കെ പറയുന്ന മോഡലാണ് ഈ മോട്ടർ. ഇത് നമുക്ക് അതിൻ്റെ ബേസ് സൈഡ് ഒന്ന് അഴിച്ചു നോക്കണം. കാരണം അതിൻ്റെ ബേസിൽ കല്ലും ചെളിയൊക്കെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയിട്ട് അത് ഇമ്പലർ സ്റ്റക്കായി കഴിഞ്ഞാൽ മോട്ടർ വർക്ക് ചെയ്യാതെ വരും. അപ്പം നമുക്ക് അതിൻ്റെ ബേസ് ഒന്ന് ഇളക്കി നോക്കണം. അതിനായിട്ട് നമുക്ക് എല്ലങ്കി ബോൾട്ടാണ്, 4 എല്ലങ്കി ബോൾട്ട് ഊരി കഴിഞ്ഞാൽ അതിൻ്റെ മോട്ടറിൻ്റെ ടോപ്പ് സൈഡ് ഇങ്ങനെ അഴിഞ്ഞു വരും. ബാക്ക് സൈഡിലുള്ള ആ ഇമ്പലറിൻ്റെ കവറും ബേസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അതിന് അടിയിലുണ്ട്. ആ സാധനത്തിൻ്റെ ഉള്ളിൽ കല്ലോ ചെളിയോ മണലോ ഒക്കെ കയറിയിട്ട് സ്റ്റക്കായിട്ട് അങ്ങനെ കംപ്ലൈൻറ്റ് കാണിക്കാറുണ്ട്. അപ്പോൾ ഇമ്പലർ മൂവ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ മോട്ടറിങ്ങനെ മൂളി നിൽക്കത്തുള്ളൂ, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പോൾ 4 എല്ലങ്കി ബോൾട്ടാണ് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു. ആ 4ാമത്തെ എല്ലങ്കി ബോൾട്ടും കൂടെ അഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പൊക്കി നോക്കാം. അതിനകത്ത് ഇതാണ് പ്രൈമറി സാധാരണ സ്റ്റക്കായിട്ട് വരുന്ന ഇങ്ങനെയുള്ള മോട്ടറുകളിലൊക്കെ സാധാരണ വരുന്ന കംപ്ലൈൻറ്റ്. എല്ലങ്കി ബോൾട്ട് വരാറുണ്ട്. ചിലതിനകത്ത് 8-ന്റെ 10-ന്റെ നട്ട് വരാറുണ്ട്, ബോൾട്ട് വരാറുണ്ട്. WD-40 ഒക്കെ ഒഴിച്ച് നമ്മളതിൻ്റെ ഈ തുരുമ്പൊക്കെ ഫുൾ ടൈം വെള്ളത്തിൽ പോകുന്നതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കാസ്റ്റ് അയണൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഊരാൻ ഇച്ചിരി പാടായിരിക്കും. പക്ഷേ ഇത് ഈസി ആയിരുന്നു ഊരെടുക്കാനായിട്ട്. അപ്പോൾ മോട്ടറിൻ്റെ അടിവശത്ത് ഹബ്ബ് ഊരി കഴിഞ്ഞപ്പോൾ വേറെ ചെളിയും കാര്യങ്ങളൊന്നുമില്ല. മോട്ടർ നല്ല സ്മൂത്തായിട്ട് റണ്ണാവുന്നുണ്ട്. കൈ കൊണ്ട് കറക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ റണ്ണാവുന്നുണ്ട്, കുഴപ്പമില്ല, നല്ല സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും അങ്ങനെ മുകളിലായിട്ട് നിൽക്കാനുള്ള കാരണം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അഴിക്കാനായിട്ട് ആ പഴയ ഇരുന്ന പോലെ തന്നെ വെക്കാം. അല്ലെങ്കിൽ എന്നെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടോപ്പ് സൈഡിലാണ് അതിൻ്റെ കണക്ഷനൊക്കെ വരുന്നത്. അതായത് ഈ കേബിൾ വന്നേക്കണതിൻ്റെ ഉള്ളിലാണ് കണക്ഷനും സംഭവങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. അത് അഴിക്കാനായിട്ട് 10-ന്റെ ലോങ് ബോൾട്ടാണ് അതിനകത്ത് വന്നേക്കണേ. പിന്നെ ഈ മോട്ടറിൻ്റെ പ്രത്യേകത, ഇത് വെള്ളത്തിൻ്റെ ഉള്ളിൽ സബ്മേഴ്സിബിളായിട്ട് ഇറക്കി വയ്ക്കും. സബ്മേഴ്സിബിൾ മോട്ടറാണ് ശരിക്കും. പക്ഷേ സബ്മേഴ്സിബിൾ മോട്ടറിൻ്റെ കൂളിംഗ് സിസ്റ്റം നമ്മൾ നേരത്തെ കുറേ വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓയിൽ കൂളോ അല്ലെങ്കിൽ വാട്ടർ കൂളോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇത് കമ്പനി കൊടുത്തേക്കുന്നത് ഡ്രൈ ആണ്, അതായത് ഓയിലും ഇല്ല വാട്ടറും ഇല്ല. അപ്പോൾ അതിൻ്റെ കൂളിംഗ് സിസ്റ്റത്തിനെ കുറിച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത്, ആദ്യം ഒരു ഫ്ലോട്ട് സ്വിച്ച് തന്നെ കാണിച്ചില്ല. ആദ്യത്തെ ഫ്ലോട്ട് സ്വിച്ച് ലെവൽ അത് മോട്ടറിൻ്റെ ബോഡിയുടെ ലെവലിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഫ്ലോട്ട് സ്വിച്ച് കട്ട് ഓഫ് ആയി പോകും. അതായത് ബോഡിയുടെ താഴേക്ക് വെള്ളം, മേളിലേക്കുള്ള വെള്ളം മാത്രമേ അടിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂളിംഗ് സിസ്റ്റം അതിൻ്റെ പുറമേ ഉള്ള വെള്ളമാണ് എന്നാണ് കമ്പനി പറയുന്നത്. കമ്പനിയുടെ ഇതിനകത്ത് പറയുന്നത് പുറമേ അതായത് കിണറ്റിലുള്ള വെള്ളമാണ് അതിൻ്റെ ഒരു കൂളിംഗ് സിസ്റ്റമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ മോട്ടർ ചൂടാവും, പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ഈ വാടകയ്ക്കൊക്കെ കൊടുക്കുന്നവർ നോർമലായിട്ട് ചെയ്ത് കഴിയുമ്പം അവർ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലോട്ട് സ്വിച്ച് നേരെ മേളിലേക്ക് പൊക്കിയത് കംപ്ലീറ്റ് വെള്ളം അതിനകത്തുനിന്ന് വറ്റിച്ചെടുക്കാറുണ്ട്. അപ്പോൾ മോട്ടറിന് നോർമലായിട്ട് കംപ്ലൈൻറ്റ് വരാറുണ്ട്. അപ്പോൾ അത് എന്നാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഓയിൽ ഒഴിക്കാനുള്ള സംവിധാനം ഉണ്ടാവും, ട്രാൻസ്ഫോമർ ഓയിൽ ഒഴിക്കുക. ഇതുപോലെ ഉള്ള മോട്ടറുകളുടെ ഉള്ളിൽ ട്രാൻസ്ഫോമർ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതെത്ര മോട്ടറിൻ്റെ ലെവലിനേക്കാൾ താഴെ വെള്ളം പോയാലും നന്നായിട്ട് കൂളായിക്കോളും. അപ്പം ഇങ്ങനെയുള്ള മോട്ടർ കമ്പനി ഒരിക്കലും അവർ പറയുന്നില്ല. കാരണം അവർ ഫ്ലോട്ട് സ്വിച്ച് കൊടുത്തേക്കണോണ്ട് അവർക്ക് ആ ഒരു ലെവലിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആകും. പക്ഷേ കിണറൊക്കെ വറ്റിക്കാനും വാടകയ്ക്ക് കൊടുക്കണവർ ഇതിൻ്റെ ഉള്ളിൽ ട്രാൻസ്ഫോമർ ഓയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മോട്ടറിന് ലൈഫ് കിട്ടും. പിന്നെ ഒരു ലോങ് ബോൾട്ടോട് ഊരി കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ അതിൻ്റെ ടോപ്പിലെ കവർ അഴിക്കാം. ആ കവർ അഴിച്ചാലാണ് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളേ. മുന്നേ തന്നെ WD-40 ഒഴിച്ച് സ്പ്രേ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ ബോൾട്ടൊക്കെ ഊരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും, നല്ല ടൈറ്റായിരിക്കും അത് ഊരാനായിട്ട്. അപ്പോൾ ഞാനൊരു 1 മണിക്കൂർ മുമ്പേ WD-40 സ്പ്രേ ചെയ്ത് വെച്ചായിരുന്നു എൻ്റെ ആ ത്രെഡൊക്കെ വരുന്ന പോർഷനിലെ. 4 ബോൾട്ടും പുറത്തേക്ക് ഊരി. ഇനിയിപ്പോൾ നമുക്ക് ആ ടോപ്പിലെ ഹബ്ബൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി ചുറ്റിയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പൊങ്ങിപ്പോരും. ഇതിൻ്റെ ഉള്ളിലാണ് കപ്പാസിറ്ററും മറ്റേ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ കണക്ഷനും മെയിൻ കണക്ഷനുകളൊക്കെ വരുന്നത്. ഇപ്പം കംപ്ലൈൻറ്റ് മനസ്സിലായ ജസ്റ്റ് ഇതുണ്ടോ, ഈ കപ്പാസിറ്റർ അവിടെ ഇരുന്ന് പൊട്ടിത്തെറിച്ച്
ഉരുകി പിടിച്ച് പോയേക്കണാണ് കംപ്ലൈൻറ്റ്. കപ്പാസിറ്ററിൻ്റെ കുഴപ്പം കൊണ്ടായിരുന്നു ആ മോട്ടർ എടുക്കാണ്ട് വന്നത്. ഇതുണ്ടോ, കപ്പാസിറ്റർ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബൾജായി പുറത്തേക്ക് പോകുന്നേക്കുക. കണ്ടോ, കപ്പാസിറ്റർ ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നേക്കണുണ്ടോ? കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ആ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്താൽ നമുക്ക് ഈ കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ തോന്നുന്നു. കാരണം കപ്പാസിറ്ററോടെയും ചേഞ്ച് ചെയ്ത് നോക്കാം. കാരണം 90% കപ്പാസിറ്ററിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് മോട്ടർ സെൽഫായിട്ട് എടുക്കാണ്ട് വന്നത്. കാരണം കപ്പാസിറ്ററിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ ഹീറ്റായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റർ 20 MFDയുടെ കപ്പാസിറ്റർ MFDയുടെ കപ്പാസിറ്ററാണ് വരുന്നത്. ആ 20ൻ്റെ കപ്പാസിറ്റർ നമ്മൾ പുതിയതെടുത്ത് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് കെൽട്രോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ കപ്പാസിറ്ററാണ്. മറ്റേത് കമ്പനിയുടെ കൂടെ വരുന്ന കമ്പനി ഇൻസ്റ്റാൾ ചെയ്യുന്ന കപ്പാസിറ്ററാണ്. നമ്മൾ കെൽട്രോണിൻ്റെ കപ്പാസിറ്ററാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ കെൽട്രോണിൻ്റെ കപ്പാസിറ്ററിൻ്റെ പുറകിലൊരു ബ്ലാക്ക് കവറുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ കവർ അടയ്ക്കാൻ പാടായിരിക്കും. അപ്പം അത് ഒഴിവാക്കുക. പിന്നെ ആദ്യം വേറെ ഇതിനകത്തൊന്നും വേറെ അറിയാനൊന്നുമില്ല. 2 വൈറ്റ് വയർ ആദ്യത്തെ കപ്പാസിറ്റർ നിന്ന വയർ തന്നെ അതിനകത്തേക്ക് തന്നെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ ഒഴിക്കണമെങ്കിൽ ഓയിൽ ഒഴിച്ച് ഓടിക്കണമെന്ന കാര്യം പറഞ്ഞില്ല. കാരണം ഈ മോട്ടർ വാടകയ്ക്ക് കൊടുത്തു കഴിയുമ്പോൾ ഫ്ലോട്ട് സ്വിച്ച് മുകളിലേക്ക് പൊക്കി വെച്ച് കെട്ടിയിട്ട് ഓണാക്കി അവരെ കിണറ്റിലെ വെള്ളം മൊത്തം പറ്റിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബോഡിയുടെ ഉള്ളിൽ ഫാനോ അതുപോലെ തന്നെ ഓയിലൊന്നും ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ വാട്ടർ കൂളിംഗ് മോട്ടറൊന്നും അല്ലാത്തതുകൊണ്ട് കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഔട്ടറിലുള്ള വെള്ളം മാത്രമായിരിക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് താന്നു കഴിഞ്ഞാലും ഈ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ട്രാൻസ്ഫോമർ ഓയിൽ ഒഴിക്കണേ, ഈ ഓയിൽ കൂൾ മോട്ടറിനൊക്കെ ഒഴിക്കുന്ന സ്ട്രേറ്റർ ഓയിലോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ഓയിലോ ഒഴിച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അത് കൂളായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്യുക. കമ്പനി ഒരിക്കലും അത് പറയുന്നില്ല കേട്ടോ. കാരണം അവരെ ഫ്ലോട്ട് സ്വിച്ചിനെ ബേസ് ചെയ്തൊന്ന് മാത്രമാണ് മോട്ടർ അങ്ങനെ ഇറക്കി വിടുന്നത്. അപ്പോൾ അവർക്കത് നോക്കേണ്ട കാര്യമില്ല. കാരണം അത് അവരുടെ സിസ്റ്റം അങ്ങനെയാണ്, ട്രൈ ആയിട്ടാണ് കമ്പനി വിടുന്നത്. ചില കമ്പനികളിലൊക്കെ ഇതുപോലെയുള്ള കട്ടർ പമ്പുകളിലൊക്കെ നോർമലായിട്ട് ട്രാൻസ്ഫോമർ ഓയിൽ ഒഴിച്ചു വിടാറുണ്ട്. അതിൻ്റെ ഈ ട്രാൻസ്ഫോമർ ഓയിൽ ഒഴിക്കുന്ന മോട്ടറിൽ സാധാരണയുള്ള ഇനാമൽ വൈൻഡിങ് വയർ തന്നെയായിരിക്കും. അത് വാർണിഷ് ഒഴിച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് അതിന് മുകളിൽ വീണ്ടും ട്രാൻസ്ഫോമർ ഓയിൽ ഒഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആ വയറെല്ലാം നമ്മളിത് ബേസ് ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റ് ആ ഒരു കപ്പിൻ്റെ ഉള്ളിൽ കറക്റ്റ് നിൽക്കണം. കറക്റ്റ് നിന്നാലാണ് നമുക്ക് കവർ ഇടാനായിട്ട് പറ്റില്ല. ഏതെങ്കിലും ഒരു വയർ എഡ്ജിൽ വന്ന് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ബോഡിയിൽ ടച്ച് ചെയ്ത് എർത്താവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു കണ്ടോ അതുപോലെ ഇരിക്കരുത്. കറക്റ്റ് എല്ലാം കയറ്റി വെച്ചിട്ട് കറക്റ്റ് ടൈറ്റ് ചെയ്ത് മുറുക്കണം. അതിൻ്റെ റബ്ബറിന് ഓറിങ് ആ സ്ലോട്ടിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് കയറണം. അല്ലെങ്കിൽ അത് കംപ്ലൈൻ്റ് ആവും. അല്ലെങ്കിൽ അതിൻ്റെ ബോഡി ഷോട്ട് കാണിച്ചിട്ട് മോട്ടർ കംപ്ലൈൻ്റ് ആവും. നമ്മൾ ഇപ്പം ശ്രദ്ധിക്കില്ല, എല്ലാം ടൈറ്റ് ചെയ്ത് അവസാനം ബോഡി എർത്ത് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ മേഖറിൽ എർത്ത് കാണിക്കുക. അപ്പം അതിൻ്റെ വയറൊരു കാരണവശാലും അതിൻ്റെ സ്ലോട്ടിൻ്റെ ഇടയിലേക്കൊന്നും വീഴരുത്. അല്ലാതെ 4 വോൾട്ടും പതുക്കെ ടൈറ്റ് ചെയ്യുക. സാധാരണ ഒരു മോട്ടർ കോർണർ ടു കോർണർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈക്വലായിട്ട് ഈ ഹബ്ബ് കയറി മുറിയിക്കോളും. കോർണർ ടു കോർണർ കറക്റ്റ് ബോൾട്ട് ഇട്ട് മുറുക്കുക. അപ്പം എൻ്റെ ഹബ്ബ് കറക്റ്റായിട്ട് കയറി ടൈറ്റ് ആവും. നമ്മളൊരു ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് വന്ന് അത് ഇരുന്നങ്ങ് ലോക്കായി കറക്റ്റ് ആ സ്ലോട്ടിൽ കയറി. ഇനി ആ ബോൾട്ട് ഇട്ട് മുറുക്കി കഴിഞ്ഞാൽ ഏകദേശം ആ മോട്ടറിൻ്റെ പരിപാടിയെല്ലാം തീർന്നു. ഇനിയിപ്പോൾ നമ്മൾ കോർണർ ടു കോർണർ തന്നെ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കോർണർ ടു കോർണർ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സംഭവം അവിടെ കയറി മുറുകിക്കോളും. അപ്പോൾ നമ്മൾ വലിയൊരു കംപ്ലൈൻറ്റ്, വൈൻഡിങ് കംപ്ലൈൻ്റ് ഒക്കെ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ആ കപ്പാസിറ്റർ ബൾജായി പോയതുകൊണ്ട് മാത്രമാണ് അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് വന്നത്. കാരണം സ്റ്റാർട്ടിങ്ങിൽ കപ്പാസിറ്ററിൻ്റെ പവർ അതിനകത്ത് കിട്ടാത്തതുകൊണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെ മൂളി നിൽക്കുമായിരുന്നു. ആദ്യം നോർമലി ഇങ്ങനെയുള്ള മോട്ടറുകൾ, ചെളി അടിക്കണൊക്കെ മോട്ടറുകൾ സാധാരണ വന്നു കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ വലിയ കല്ലും ഒക്കെ വലിയ തടിയുടെ കഷ്ണങ്ങൾ, ചെറിയ മരക്കട്ടയൊക്കെ ഇങ്ങനെ വെള്ളത്തിനടിയിലുള്ള സാധനങ്ങൾ കയറിയിട്ട് ഇമ്പലർ മൂവ് ചെയ്യാൻ പറ്റാതെ ടൈറ്റായിട്ടിരിക്കും. കാരണം അതിൻ്റെ ആ ബാക്ക് സൈഡിൽ നിന്ന് ചെറിയ ആ ഗ്രില്ലിൻ്റെ സൈഡൊക്കെ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ നല്ല വലിയ കല്ലൊക്കെ അതിനകത്ത് വന്ന് കയറും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നോർമലായിട്ട് വരാറുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ കാണിച്ച പോലത്തെ കംപ്ലൈൻറ്റ്. പിന്നെ മുകളിൽ നിൽക്കുന്ന വൈൻഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് വൈൻഡിങ് കംപ്ലൈൻറ്റ് അതിലൊക്കെ അങ്ങനെ കാണിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ കംപ്ലൈൻറ്റ് കപ്പാസിറ്ററിൻ്റെ കംപ്ലൈൻറ്റ് മാത്രമായിരുന്നേ. അപ്പോൾ ഈ ബോൾട്ട് കോർണർ ടു കോർണർ മുറുക്കി പിന്നെ എല്ലാ ബോൾട്ടും ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മോട്ടർ അടിപൊളിയായിട്ട് ടൈറ്റായി. പിന്നെ ഈ എയർ ഫില്ല് ഓയിൽ കൂളിൻ്റെ കാര്യം ഞാൻ പറയുന്നത് നമുക്ക്
ആവശ്യം വേണ്ടി മാത്രം ചെയ്താൽ മതി. അത് അല്ലാതെ നിർബന്ധമൊന്നുമില്ല. വാടകയ്ക്ക് കൊടുക്കുന്നതൊക്കെ ഷോപ്പുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് ആയിരിക്കും, വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇത് കണ്ടോ, ഇതിപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഇതുണ്ടോ, ഈ ഫ്ലോർ സ്വിച്ച് ഇങ്ങനെ മുകളിലേക്ക് പൊക്കിയാലാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ, അത് പറഞ്ഞല്ലോ ആദ്യമേ. അപ്പോൾ നമുക്ക് ലൈൻ കൊടുത്തിട്ട് ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് എൻ്റെ ഇൻപുട്ട് ലൈൻ കേബിൾ നല്ല ലെങ്ത് ഉണ്ട്. നമുക്കത് സപ്ലൈയിലേക്ക് കൊടുത്തിട്ട് നമുക്ക് ആ ഫ്ലോർ സ്വിച്ചും കൂടി ഒന്ന് ഇതുണ്ടോ ലൈൻ കൊടുത്ത് നമുക്ക് പതുക്കെ ആ ഫ്ലോർ സ്വിച്ച് ഒന്ന് ബുക്ക് കഴിയുന്നുണ്ടോ കറക്റ്റായിട്ട് വർക്ക് ചെയ്തുണ്ടോ. അപ്പോൾ കപ്പാസിറ്റർ തന്നെയായിരുന്നു പ്രശ്നം വന്നത്. ഇത് ഫ്ലോർ സ്വിച്ച് താഴേക്ക് കട്ട് ഓഫായി മുകളിലേക്ക് വന്ന മോട്ടർ ഓണായി. ഇതുണ്ടോ, താഴേക്ക് താത്തി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓണായി. ഇതാണ് എൻ്റെ വർക്കിങ്. അത് ആദ്യം പറഞ്ഞില്ല, ഓയിൽ ഒഴിക്കണ കാര്യം പറഞ്ഞില്ല, അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പം ഞാൻ മോട്ടറിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കേട്ടോ, താഴേക്ക് എത്തുമ്പോൾ അത്രയും കട്ടാവും. അപ്പോൾ ചെറിയ കംപ്ലൈൻ്റ് ആയിരുന്നു, പക്ഷേ നമ്മൾ അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തു. അത് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. അതിനകത്ത് രണ്ടാമത്തെ കാരണം കൊണ്ട് എൻ്റെ മോട്ടോർ കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലായി. നമ്മൾ ചേഞ്ച് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ കംപ്ലൈൻറ്റ് പിടികിട്ടി, നമുക്കത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ജസ്റ്റ് ഒരു മോട്ടറിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കാമെന്ന് വിചാരിച്ച് ചെയ്തൊരു വീഡിയോ ആണ്. ചിലപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വന്നു കഴിയുമ്പം നമ്മൾ പെട്ടെന്ന് മോട്ടർ കംപ്ലൈൻ്റ് ആയി എന്നൊക്കെ പറഞ്ഞ് അത് റിവൈൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഷോപ്പുകൾ വരാറുണ്ട്. ഈ പല കസ്റ്റമറും റിവൈൻഡ് ചെയ്യാനായിട്ട് വരാറുണ്ട്. നമ്മൾ അയച്ചു പോകുമ്പോൾ ചെറിയ കംപ്ലൈൻറ്റ് ഉള്ളൂ. നമ്മൾ ആ കംപ്ലൈൻറ്റ് ഉള്ളെങ്കിൽ അത് മാത്രം ക്ലിയർ ചെയ്ത് അവർക്കുള്ള കാര്യം പറയുക. അപ്പം ആ കസ്റ്റമർ കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കും. കാരണം റീവൈൻഡ് ചെയ്യുമ്പോൾ ഓൾറെഡി നല്ലൊരു എമൗണ്ട് നമുക്ക് വരുന്നുണ്ട്, അത് നല്ലൊരു എമൗണ്ട് ലോസ് ആവുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് മാത്രമല്ല, ഇപ്പോൾ കപ്പാസിറ്റർ ഒരു 150 രൂപ 200 രൂപയ്ക്ക് താഴെ നമുക്ക് ഈ കംപ്ലൈൻറ്റ് കപ്പാസിറ്ററിൻ്റെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഈ കംപ്ലൈൻറ്റ് പരിഹരിക്കാം. പിന്നെ ചെറിയൊരു സർവീസ് ചാർജ് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. വൈൻഡിങ് വരുമ്പോൾ ഏകദേശം ഒരു 3000-4000 രൂപ അടുത്ത് ഈ ടൈപ്പ് മോട്ടറുകൾക്ക് എല്ലാം സീലും ബെയറിങ്ങും വാട്ടർ സീലും ഇതെല്ലാം മാറി മെക്കാനിക്കൽ സീലെല്ലാം മാറി ചെയ്ത് കഴിയുമ്പോൾ വളത്തേനും ആവും. പിന്നെ റീവൈൻഡ് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റീവൈൻഡിങ് മാത്രം ചെയ്യാതെ അതിൻ്റെ കപ്പാസിറ്ററും ബെയറിങ്ങും സീലുണ്ടെങ്കിൽ സീലൊക്കെ ചേഞ്ച് ചെയ്യുക. അതായത് ബോഡി മാത്രം നിർത്തിയിട്ട് പഴയ സംഭവങ്ങളെല്ലാം ചേഞ്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലൈഫ് കിട്ടും മോട്ടറുകൾക്കൊക്കെ. പിന്നെ നോർമലി നമ്മൾ ഈ ഒരു 6 to 9 ടൈം ഉണ്ടല്ലോ, ഈവനിങ് 6 to 9 ടൈമിൽ, ആ പീക്ക് ടൈമിലൊക്കെ മോട്ടറുകൾ ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ പീക്ക് ടൈമിൽ ഉപയോഗിക്കാണ്ടിരുന്ന് കുറച്ചുകൂടെ മോട്ടറിന് ലൈഫൊക്കെ കിട്ടാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഓപ്പൺ മോണോ ബ്ലോക്ക് പമ്പുകളൊക്കെ ആണെങ്കിൽ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേനും വെള്ളം കയറാതെ മൂടി കെട്ടിയൊക്കെ വയ്ക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ സബ്മേഴ്സിബിൾ മോട്ടർ ആണെങ്കിൽ ഇടയ്ക്കൊന്ന് സർവീസ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൈഫ് കിട്ടും. മോട്ടറിനൊക്കെ ഒരുപാട് ഓൾറെഡി നല്ല പ്രൈസ് കയറുന്നുണ്ട്, കോപ്പറിനൊക്കെ പ്രൈസ് കയറുന്നുണ്ട്, മോട്ടറിനൊക്കെ നല്ല ഇതുണ്ട്. അപ്പം നമ്മൾ സീരീസിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുണ്ട് വർക്കിംഗ് കറക്റ്റായിട്ട് ഉണ്ട്. സ്വിച്ചിങ് ആണ് കാണിക്കണേ. സീരീസിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം മോട്ടർ ഉണ്ട് കറക്റ്റായിട്ട് കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ലൈനിലേക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്യാനായിട്ട് സപ്ലൈ കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് ലൈനിലേക്കാണ് കൊടുക്കണേ. അപ്പം ഫ്ലോർ സ്വിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ആക്കിയിട്ട് ലൈൻ കൊടുത്തു. കാരണം അതിൻ്റെ ഉള്ളിലുള്ള മണലൊക്കെ കുറച്ച് തെറിക്കുന്ന കണ്ടോ, അതുകൊണ്ട് കറക്റ്റായിട്ട് ഓൺ ആവുന്നുണ്ട്. പക്ഷെ സൗണ്ട് വളരെ കുറവായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. ഞാനൊരു ജസ്റ്റ് ഒരു ടോയിൻ്റെ പീസ് എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, മുകളിലേക്ക് പോകുന്നുണ്ട്, ക്ലിയർ ആകുന്നില്ലാത്തതാണ്. അതാണ് അപ്പോൾ പോകുന്നുണ്ട്, ആ എയർ കട്ട് ചെയ്യുന്നതുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ കാര്യങ്ങൾ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് പിന്നീട് വരാം. താങ്ക് യു.